ഞാൻ ഇന്നലെ ഉറങ്ങിയത് പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ, ഇൻ്റർനാഷണൽ ബോർഡറിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട്. കാരൻ സെക്ടറിൽ വന്നിട്ട് നോക്കിയാട്ടെ, ഇതാണ് നമ്മളെ റൂമൊക്കെ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ബാൽക്കണി. ഒരു ബാൽക്കണിയിലെ കൂടി ഇങ്ങനെ വേണം ഇറങ്ങാൻ. നോക്കിയാ എൻ്റെ മോനെ, ആ ഒരു നീലം റിവർ ഒഴുകുന്ന ഒരു സൗണ്ട് ഇവിടെ കേൾക്കും. നമ്മൾ കിഷൻഗംഗ എന്ന് പറയും. നോക്കിയാട്ടെ, ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ്റെ ഗ്രാമമാണെങ്കിൽ തൊട്ട ഒരു മലയിൽ കാണുന്നതാണ് പാകിസ്ഥാൻ. കംപ്ലീറ്റ് പാകിസ്ഥാൻ ഗ്രാമങ്ങളും കാര്യങ്ങളും അവരുടെ കെട്ടിടങ്ങളും റിസോർട്ടുകളും ഹോട്ടലും പള്ളിയും ഷോപ്പും കാര്യങ്ങളും വണ്ടിയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കേരള വന്നതിന് ശേഷം. ഇതൊക്കെ ഹോട്ടൽസാണ് കാരൻ സെക്ടറിലെ. ഈ ഒരു റോഡിൽ നിന്നലെ നമ്മൾ രാത്രി ഓഫ് റോഡിൽ കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കിയാട്ട് എത്ര മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കിയാൽ നമ്മുടെ ഇന്ത്യയും ബ്യൂട്ടിഫുൾ തന്നെയാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും. അവിടെയും ഉണ്ട് നീലം വാലി എന്ന് പറയില്ല. നീലം വാലി ഒരു മലൻ്റെ ബേക്കിലെല്ലാം ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ വരുന്ന വഴി വലിയ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മച്ചന്മാരെ. അപ്പോൾ കാശ്മീരിലെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം പോകണം. കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു റോഡിലേക്ക് കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അവർ നീല റിവറിൻ്റെ അവിടെ നിന്നിട്ട് ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളും പാകിസ്ഥാൻ ഫ്ലാഗും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് ആ ടാറ്റാക്കുന്ന റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കട്ടെ. നോക്കിയാൽ മോനെ ആ ഒരു വീടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ നൊമാഡിക് ട്രാവലർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ മുത്തേ വേറെ ലെവൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും, റീലൊക്കെ. അതിൻ്റെ മുകളിലും ആർമി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് റീൽസും ഫോട്ടോസും എടുത്തിട്ട് നേരെ അവിടെ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ബാക്കി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കൺക്ലൂഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചങ്ങായിമാരെല്ലാം അപ്പുറം പോയിട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചാൽ. ഓക്കെ, അങ്ങനെ വെച്ചാൽ നമുക്ക് ചായ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമക്കീൻ ടീ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഉപ്പിട്ട ചായ. ഇവിടുത്തെ ട്രഡീഷണൽ ചായയാണ്. ഉപ്പ് ഇടുന്ന് കൂടുതൽ കഴിക്കുന്നത് ഒരു തണുപ്പത്തി നമ്മളെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും അത് ഇതെല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാശ്മീർ വരുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട ചായ കുടിക്കാൻ മറക്കരുത്, പവറായിരിക്കും. वेरी गुड, पूरा रिसर्च करके आ रहे हैं. हम भाग के पाकिस्तान गए फिर से वापस आ गए. अरे भाई तू यही बनाता है. അച്ഛൻ നമ്മള് രാവിലെ തന്നെ വില്ലേജ് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയിട്ട് അതും പാകിസ്ഥാൻ കണ്ടുകൊണ്ട് വേറെ ലെവല് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. വേറെ ലെവല് ഫീലിംഗ്. അതൊക്കെ പാകിസ്ഥാൻ, ഇത് ഇന്ത്യ. നമ്മളെ നാട്ടിൽ കുളങ്കര എന്ന് വിളിക്കുന്നില്ല, പാകിസ്ഥാൻ ഇന്ത്യ, ഇന്ത്യ പാകിസ്ഥാൻ, പാകിസ്ഥാൻ ഇന്ത്യ, ഇന്ത്യ പാകിസ്ഥാൻ. വേറെ ലെവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മച്ചന്മാരെ ഒരു ഫീലിംഗ് വരുമല്ലോ നമുക്ക്. ഇത് നമ്മൾ ഇന്ത്യയിൽ നിന്നിട്ട് പാകിസ്ഥാൻ തൊട്ടടുത്തിട്ട് പണ്ട് നമ്മൾ ടി വിയിലും ന്യൂസ് പേപ്പറിലും പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ, ക്രിക്കറ്റ് കളി കളിക്കുമ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ. ഇപ്പൊ നോക്കിയാ പാകിസ്ഥാൻ വന്നിതാ വേക്കില്, ഇത് ഇന്ത്യ. അപ്പുറം കിടന്ന പാകിസ്ഥാൻ, ഇപ്പുറം കിടന്ന ഇന്ത്യ. കേരൻ സെക്ടർ നോക്കിയാ ഫുള്ള് വില്ലേജ്, വില്ലേജ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വില്ലേജ് മാൻ. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാട്ടോ. ചെറിയൊരു പെർമിറ്റ് എടുക്കാറുണ്ട്. പെർമിറ്റ് എല്ലാവർക്കും കിട്ടും. ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റിന്റെ ഒരു രീതിയിൽ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കിട്ടും. നോർത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുത്തുന്നുണ്ട്, കേരളത്തിൽ നിന്ന് വരുത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല കുറേ ആൾക്കാർ. നമ്മൾ വീഡിയോസ് എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരുന്നതെന്ന് മാത്രം. ഫുള്ള് വുഡിലെ തീർത്ത വീടുകൾ മാത്രം. പാകിസ്ഥാന്റെ പള്ളി, പാകിസ്ഥാനിലുള്ള പള്ളി, പാകിസ്ഥാന്റെ റോഡ്, പാകിസ്ഥാന്റെ ബിൽഡിങ്, പാകിസ്ഥാന്റെ മല, പാകിസ്ഥാന്റെ വീട്. നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നോക്കൂ, നമ്മുടെ ഇന്ത്യ എത്ര മനോഹരം. വാവ്, ബേക്കിൽ നോക്കൂ, നല്ല മരത്തിനെ കൊണ്ടുണ്ടാക്കിയ വീടുകൾ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. രണ്ടും അടിപൊളി തന്നെ കേട്ടോ. നമ്മളപ്പുറം കുറ്റം പറഞ്ഞ് ഇപ്പുറം നല്ല അങ്ങനെയൊന്നുമില്ല, രണ്ടും അടിപൊളിയാണ് കാണാൻ. അപ്പുറമെങ്കിലും ഇപ്പുറമെങ്കിലും ഭയങ്കര രസമായി. വരുന്ന വഴിയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ആണെങ്കിലും ആടുള്ള റിവർ ആണെങ്കിലും ഇനി താഴെ പോയിട്ട് കാണിച്ചു തരാം.
മച്ചാനെ ലാസ്റ്റ് അമ്മ ഇതാ അടുത്തെത്തി. ശരിയായ വ്യൂ പാകിസ്ഥാന്റെ തൊട്ടടുത്ത് നോക്കേട്ടാ. നീലം റിവർ പാകിസ്ഥാൻ വേറെ ഫീലിംഗ് കേട്ടാ. ഇന്ത്യൻ്റെ ഏറ്റവും എൻഡിൽ നമ്മളെത്തി. പണ്ട് മാപ്പിലൊക്കെ നമ്മളിങ്ങനെ പരതി നോക്കൂലേ നമ്മുടെ ഇന്ത്യൻ്റെ തെറ്റെവിടെയാന്ന്, കശ്മീരിൻ്റെ തെറ്റെവിടെയാന്ന്, അതിനുള്ള മറുപടിയാണിതാ നമ്മളെ മുമ്പിൽ കാണുന്നത്. നോക്കിയാട്ടെ എൻ്റെ വേറെ ലെവലിതാ, വേറെ ഫീലിംഗ് മുട്ടിയതാ. എവിടെ എത്തി നോക്കിയാ എൻ്റെ മോനെ. ഇതാണ് പാകിസ്ഥാനിലെ, പാകിസ്ഥാനാണ് മുമ്പിൽ കാണുന്നത്. ഇത് കശ്മീർ ഇത് പാകിസ്ഥാൻ അപ്പുറം. ഓഹോ, ഈ ഒരു റിവർ ക്രോസ് ചെയ്താൽ പാകിസ്ഥാനെത്തി. നമ്മൾ നല്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ നടന്നിട്ട് എത്തിനേട്ടാ. നല്ല വ്യൂ കിട്ടും ഇവിടുന്ന്. എല്ലാവരും വരുന്നത് തന്നെ ഈ ഒരു വ്യൂവും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാ മുത്തേ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്താണുള്ളത്. ആ ഒരു ബോർഡറിലേക്ക് കൂടിയാണ് നടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെന്ന് അറിയില്ല, ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഫ്ലാഗ് കാണിച്ചിരുതാ. ഈ ഒരു റിവറിന് അപ്പുറം കാണുന്ന കംപ്ലീറ്റ് പാകിസ്ഥാനാണ്. കംപ്ലീറ്റ് പാകിസ്ഥാൻ. നല്ല തണുപ്പുണ്ട്. കിഷൻ ഗംഗ എന്ന് പറയുന്ന റിവറിൻ്റെ ഒരു സൈഡിൽ നമ്മളെ കിഷൻ ഗംഗ, അവരത് നീലം റിവർ എന്നാണ് അവർ പറയാം. അത് കാണുന്നത് മൊത്തം നീലം വാലിയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയാട്ടെ, അടുത്ത ഫ്ലാഗിലും പറക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ് അത്. വേറെ ഒരു ഫ്ലാഗ് ഉണ്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ഇത് കംപ്ലീറ്റ് പാകിസ്ഥാനിൽ കൂടി പാകിസ്ഥാനുള്ള ആൾക്കാരും വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുണ്ട്. കുറച്ച് കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് പാറുന്നത് കാണും. നോക്കിയാട്ടെ, പാകിസ്ഥാനിലുള്ള കാറും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടോ. അവിടുത്തെ ചായക്കടയും കാര്യങ്ങളും ആൾക്കാരും അത് ഇതെല്ലാം ഇങ്ങനെ നടന്നു പോയി നീലം വാലിയിലെ കൂടി. ഒരു റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനെത്തി. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ. നോക്കിയാ നമ്മൾ ഇന്ത്യൻ്റെ സൈഡ് നോക്കിയാട്ടെ എന്ത് രസം നോക്കിയാ. ഓ നല്ല പാർക്കിട്ടും കാര്യങ്ങളും അത് ഇതെല്ലാം ആയിട്ട് ഇതാ നല്ല മലയും കാര്യങ്ങളും. ഇത് ഇന്ത്യ, ഇത് പാകിസ്ഥാൻ. അപ്പോൾ ഇതാ നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ റീൽസ് കാണണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്രകൃതിൻ്റെ ശരിക്കുള്ള മനോഹാരിത അടങ്ങിയിട്ടുള്ള ഒരു റീൽസും കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നൊമാഡിക് ട്രാവലർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിലുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള വേറെ അടുത്ത വ്യൂ പോയിൻ്റാണ് റിസോർട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയും. അവിടെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിയാൽ ഇതാണ് ഇവിടുത്തെ റിസോർട്ട് വ്യൂ പോയിൻ്റ്. അവിടെ പാകിസ്ഥാൻ്റെ എല്ലാ കൊടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് റിവറും കാര്യങ്ങളെല്ലാം ഫ്ലോ ചെയ്തിട്ട് പോകുന്നത്. നോക്കിയാൽ ഇത്രയും മനോഹരമായ ഇവിടുത്തെ വ്യൂ ആണ്. ഇത് നല്ല സൂം ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഞാൻ ഒരു ക്ലിപ്പിംഗ് ഇട്ട് എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചങ്ങായിമാർ അപ്പുറത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളും കിട്ടും. അതും പാകിസ്ഥാനെ മുഖാമുഖം നോക്കി ഇരിക്കാൻ പറ്റിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെൻ്റെ പുറകെ കാണുന്നുണ്ട്. അതാണ് പ്രോപ്പർട്ടി വരുന്നത്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. കാരൻ സെക്ടറിൻ്റെ നേരെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു നമ്മുടെ ഇന്ത്യൻ്റെ കിഷൻ ഗംഗ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുന്ന് നോക്കിക്കാനേതാ പാകിസ്ഥാനിൻ്റെ നോക്കിയേട്ടാ. അതാണ് അവിടുത്തെ പാകിസ്ഥാൻ്റെ മെയിൻ കൊടി. വെള്ളമാണെങ്കിൽ അമ്മാതിരി ക്ലിയർ വാട്ടർ. കശ്മീർ പാകിസ്ഥാൻ അവിടെ എഴുതിയിട്ടുണ്ടോ? അതിനാ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. മറ്റേ പാകിസ്ഥാൻ്റെ പള്ളി കാര്യങ്ങൾ അത് ഇതൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മച്ചാനിതാ അതിനങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളതും കറക്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വീഡിയോയുള്ള നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ റീൽസ് ഇടാനുള്ള പരിപാടിയാണിത്. മച്ചന്മാർ അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ ബേക്കിൽ തന്നെ ആയിട്ട് പള്ളിയുണ്ട്. നിങ്ങൾ ശരിയായ വില്ലേജ് എക്സ്പീരിയൻസ് എന്നെല്ലാം പറയുന്നത് ഇതാണ്. നോക്കിയാട്ടെ അവിടെ പള്ളി നോക്കിയാട്ടാവും മലൻ്റെ താഴലായിട്ട് ആ ഒരു പള്ളീൻ്റെ ഒരു എടുപ്പ് നോക്കിയാട്ടെ. ചെറിയ ഫുള്ള് വുഡിൽ തീർത്തിട്ടുള്ള പള്ളിയാണ്. നമുക്ക് നിസ്കരിക്കും കാര്യമെല്ലാം വേണ്ടിയിട്ട് ഇതാ അതിലേക്ക് കൂടി പോയിട്ട് നിസ്കരിക്കുക. ചൂടുവെള്ളത്തിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നോക്കിയാൽ ഇത് ഇവിടുത്തെ കഫേയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു ഞാൻ മെയിനായിട്ടുള്ള ഇത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണാൻ കഴിയും. ഇവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇതാ പാകിസ്ഥാൻ്റെ ഫ്ലാഗ്. അതാണ് ആസാദ് കശ്മീർ എന്ന് പറയുന്ന സ്ഥലം. ആസാദ് കശ്മീർ
അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു റിവർ. ഇവിടെ ലൈനും ഇതൊന്നുമില്ല, അതായത് എന്താ പറയുക, ക്രോസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വെള്ളം കടന്നാൽ പാകിസ്ഥാനായി, അപ്പുറത്ത് നിന്ന് ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയായി. ഇവിടെ എല്ലാം ഫുള്ള് വില്ലേജാണ്, നമ്മളെ കേരളത്തിലുള്ള വില്ലേജും കാര്യങ്ങളും ഫുള്ള് മരത്തിൽ തീർത്ത വീടും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കണ്ടിട്ട് പോകുന്നതിൻ്റെ ഇടക്കാണ് പിന്നെ നമ്മൾ ഇന്ത്യയിലത്തെ ഫസ്റ്റത്തെ പോസ്റ്റ് ഓഫീസ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. നോക്കിയട്ടെ, ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓഫ് ഇന്ത്യ, കേരൻ LOC, ദ ഫൈനൽ ഫ്രണ്ണർ. ഡൽഹി, ജയ്പൂർ, ഇങ്ങോട്ടേക്കാണെങ്കിൽ പണ്ട് കത്തയച്ചിട്ടുള്ളത് ഇവിടെ ഡൽഹി, ജയ്പൂർ, ആഗ്ര, ഗാന്ധിനഗർ, മുംബൈ, അതുപോലെ തന്നെ ഹൈദരാബാദ് 250 കിലോമീറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറം നമുക്ക് കൊടുത്തിട്ടുണ്ട് സർദാർ പീത്ത്, അതുപോലെ തന്നെ മുസഫറാബാദ്, പാകിസ്ഥാനിലുള്ള സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇസ്ലാമാബാദ്, അതുപോലെ തന്നെ മുറി എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ഇവിടെ നിന്നാണ് കത്തയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പോസ്റ്റ് ഓഫീസും കാണാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ തപാൽ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൂടി ഇതിലേക്ക് കൂടി കത്തിട്ടിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്തിട്ട് പോകും. ആ ഒരു സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മുത്തേ ഈ ഒരു LOC കേരൻ സെക്ടർ. കാശ്മീരിൻ്റെ ഹൃദയം എന്നാണ് ഈ ഒരു LOCനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇനിയും എന്തൊക്കെ കാണാനുള്ളത് ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ശരിക്കും ഇവിടെ ഇപ്പോൾ ഈ ഒരു നവംബർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഓട്ടം സീസണാണ്. ഓട്ടം സീസണിലുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇത് ഇന്ത്യൻ്റെ കൊടി, അത് പാകിസ്ഥാൻ്റെ കൊടി. ബോർഡർ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു റിവർ മാത്രം. ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും ഭയങ്കര രസമാണ്. ഫുള്ള് നല്ല വ്യൂ പോയിന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഉള്ള ഹോട്ടൽ, ഇതെല്ലാം ഇവിടുത്തെ ഹോം സ്റ്റേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. അത് റിവർ സൈഡ്, അവിടെ റിവറിൻ്റെ ആ സൈഡിൽ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിവർ സൈഡ് തന്നെ മുമ്പിൽ ഇതാ പാകിസ്ഥാനും കാര്യങ്ങളും കണ്ട് അവർ നീലം റിവറും അതുപോലെ തന്നെ കിഷൻഗംഗ ഒരു റിവറെല്ലാം കണ്ടുകൊണ്ടിട്ട് ഇരിക്കാൻ പറ്റും. മുകളിലാണെങ്കിൽ നല്ല അടിപൊളി, അതായത് മലൻ്റെ ചെരുവിലാണ് ഓരോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവർ പണിതിട്ടില്ലത്. അവിടെയും നമുക്ക് സ്റ്റേ അടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നോക്കിയാൽ ആ ഒരു റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ നടന്നു പോവാൻ, രണ്ട് സൈഡും മലയാണ്. ആ ഇവിടുത്തെ ശരിക്കുള്ള മനോഹാരിത നമുക്കറിയാം. കംപ്ലീറ്റ് ഹോട്ടൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. വേണ്ട ഹോട്ടൽ ബുക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നോക്കിയാൽ ശരിയായ വ്യൂ അല്ലേ. നോക്കിയാൽ അയാളിങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒറ്റയ്ക്ക്. അത് ശരിക്കും നമ്മൾ ഒരു ക്യാമറയിൽ 5XL എല്ലാം വെച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, റീലെല്ലാം ആക്കിയിട്ട്. എന്താ ഇവിടുത്തെ വ്യൂ നോക്കിയാട്ടാ, വേറെ ലെവൽ തന്നെ കേട്ടാ. കാശ്മീർ വരുന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം വരണം, അൺഎക്സ്പ്ലോറഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റും. മച്ചാനെ നോക്കിയാട്ടാ, നിങ്ങൾ കാശ്മീർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ കാശ്മീരിൽ എല്ലാവരും വരുന്ന സ്ഥലത്തല്ല, ഇതുവരെ കൂടുതൽ ആൾക്കാരും എത്തിപ്പെടാത്ത സ്ഥലത്ത്, അതായത് മുമ്പിൽ കാണുന്നത് പാകിസ്ഥാനാണ്. ഇവിടെ നീലൻ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ കിഷൻഗംഗ. ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. നോക്കിയാട്ടാ ഏത് ആംബിയൻസും അച്ഛന്മാരെ കേട്ടില്ലോ. അതായത് ഇവിടുത്തെ ആംബിയൻസ് കൊടുത്ത ഒരു ചായ കുടിയും മുമ്പിൽ പാകിസ്ഥാൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, വേറെ ലെവൽ എക്സ്പീരിയൻസാണ്. ഇനി ഈ ഒരു ഹോട്ടലുണ്ട്, ഈ ഒരു ഹോട്ടലിൻ്റെ സ്റ്റേ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാശ്മീരിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല ഹിഡൻ സ്പോട്ടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റേ വേണ്ടത്, ഗുറേസിൽ വേണമെന്നുണ്ടെങ്കിൽ ഗുറേസിൽ, കാർഗിൽ വേണമെങ്കിൽ കാർഗിൽ, ലഡാക്ക് എവിടെ വേണമെങ്കിലും സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതായിരിക്കും. അതും നമ്മളിവിടെ കാശ്മീർ തന്നെ ഉണ്ടാവും. നിങ്ങളപ്പോൾ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇപ്പം പോയിട്ട് ഉള്ളിലുള്ള റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബെസ്റ്റ് പ്രോപ്പർട്ടി ഇൻ കേരൻ സെക്ടർ ഇതാണ്. നല്ല റിവർ ഫ്രണ്ട് വ്യൂ ആണ്. റൂമും ഭയങ്കര ഡിലക്സ് കാറ്റഗറിയിലുള്ള റൂമും കാര്യങ്ങളാണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും. അവിടുന്ന് മുമ്പ് നിന്നാ പാകിസ്ഥാനിലുള്ള ആൾക്കാർ ആ ഒരു ഫ്ലാഗിൻ്റെ അടുത്തായിട്ട് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഇവിടുന്ന് സൂമിങ് ഇല്ല. ഞാൻ ഇപ്പോൾ ഗോപ്രോയിലാണ് വീഡിയോ എടുക്കുന്നത്.
പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളും പാക്കേജും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ ഉള്ളിൽ പോയിട്ട് റൂം കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.